ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹമേ, ഇന്ന് 50 നോമ്പിൻ്റെ 5-ാമത്തെ ചൊവ്വാഴ്ച. ഇന്ന് നമുക്ക് വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ കർത്താവ് സിനഗോഗിലേക്ക് വീണ്ടും വരികയാണ്. വീണ്ടും വരുന്നു എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് കർത്താവ് പല പ്രാവശ്യം സിനഗോഗിൽ വരികയും തോറ വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൂനിയായ സ്ത്രീയെ കർത്താവ് സൗഖ്യം നൽകുന്നത് ദേവാലയത്തിനകത്ത് വെച്ച്. അപ്പോൾ തന്നെ സംഘാലയ പ്രമാണി വിമർശിക്കുന്നുണ്ട്. മറ്റ് 6 ദിവസമുണ്ട്, ആ സമയത്തൊക്കെ വന്ന് സൗഖ്യമായിക്കൊള്ളണം, ഇങ്ങനെയുള്ള ശാപത്തിൽ പറ്റില്ല എന്നൊക്കെ പരസ്യമായിട്ട് പറയുന്ന സമയത്ത് കർത്താവ് മൂഢ എന്ന് വിളിച്ച് അവനെ ഖണ്ഡിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിന്റെ കഴുതയോ കാളയോ കെട്ടിൽ നിന്ന് അഴിച്ചുവിട്ട് തീറ്റിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഈ ബന്ധത്തിലായിരിക്കുന്ന സ്ത്രീയെ സൗഖ്യം നൽകിയത് തെറ്റാണോ എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് അവനോട് ചോദിച്ച് അവനെ മിണ്ടടക്കുന്നുണ്ട്. അതിനുശേഷമാണ് വീണ്ടും ദേവാലയത്തിൽ വന്നപ്പോൾ കർത്താവ് കൈ വരണ്ട ഒരു മനുഷ്യനെ കാണുകയാണ്. കൈക്ക് സ്വാധീനമില്ലാത്ത, അല്ലെങ്കിൽ കൈ കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കർത്താവ് മുമ്പോട്ട് വരിക എന്ന് പറയുകയാണ്. അംഗഹീനരെയും ബലഹീനരെയും ഊനുള്ളവരെയൊക്കെ മുന്നോട്ട് വിളിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരെ, തള്ളപ്പെട്ടിരിക്കുന്നവരെ മുന്നോട്ട് വിളിക്കുന്ന കർത്താവിൻ്റെ മക്കളായിരിക്കണം നമ്മൾ. ആ സ്വഭാവം നമുക്കുണ്ടാകണം. കർത്താവ് വിളിച്ചിട്ട് അവനോട് പറയുകയാണ്, ഈ ജനസമൂഹത്തോട് പറയുകയാണ്, പരീശരും സദൂക്യരും ഒക്കെ അവിടെയുണ്ട്, അവരോട് പറയുകയാണ്, ശാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് നല്ലത്? അവർ മിണ്ടുന്നില്ല, അവർ മൗനമായിരിക്കുകയാണ്. കർത്താവ് ഈ മൗനം കണ്ടിട്ട് ദേഷ്യത്തോടെ, അല്ലെങ്കിൽ ധാർമ്മിക രോഷത്തോടെ, നിന്റെ കൈ ഇങ്ങ് നീട്ട് എന്ന് പറയുകയാണ്. അവൻ കൈ നീട്ടി, ഉടനെ അവന് സൗഖ്യമായി. ഉടനെ അവിടെ കൂടിയിരുന്ന പരീശരും സദൂക്യരും എല്ലാം പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇങ്ങോട്ട് ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്തിന്? ശാപത്തിനെ ലംഘിച്ച ഇവനെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇവിടെ നാം കാണേണ്ടത്, കർത്താവ് ചെയ്യുന്നതായ കാര്യങ്ങൾ ആവശ്യക്കാരന് ആവശ്യമുള്ളത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ആധികാരികമായി സൗഖ്യം നൽകുന്ന ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ മറ്റുള്ളവരുടെ അഭിപ്രായം എന്തായാലും അത് തെറ്റിനെ തിരുത്തിക്കൊണ്ട് കർത്താവ് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ പല തെറ്റുകളുണ്ടായേക്കാം, പക്ഷെ ആ തെറ്റിനെ പൂരിപ്പിക്കാനല്ല നമ്മളെ ആക്കിയിരിക്കുന്നത്. ആ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകുവാനാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരെ, തള്ളപ്പെട്ടിരിക്കുന്നവരെ, ഡിപ്രസ്ഡ്, ഒപ്രസ്ഡ്, മാർജിനലൈസ്ഡ് എന്നൊക്കെ പറയുന്ന ആളുകളെ ചേർത്ത് നിർത്താനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഇത് നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ പരീശരുടെ, അല്ലെങ്കിൽ സദൂക്യരുടെ കൂട്ടത്തിലായി പോകും. അവിടെ പ്രശ്നങ്ങളുണ്ടായേക്കാം, ചിലപ്പോൾ ക്രൂശിന്റെ അനുഭവങ്ങളുണ്ടായേക്കാം. എന്നാൽ ആ ക്രൂശിന്റെ അനുഭവങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്ന കർത്താവിനെ പോലെ ആയിത്തീരാൻ നമുക്ക് സാധിക്കണം. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മുമ്പിൽ കാണുന്നതായ ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം നീ തുറക്കുന്നത് പോലെ ഞങ്ങൾക്കും തുറക്കുവാനുള്ള കൃപ അനുഗ്രഹിക്കണമേ. നിന്റെ സൗഖ്യദാന സ്പർശം അവർക്ക് അവിടുന്ന് നൽകണമേ. നിന്റെ കരങ്ങളായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളെ നാളെ നിൽക്കുന്ന നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ആമേൻ.